എല്ലാവർക്കും പാരമ്പര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏത്തപ്പഴം കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ഒരു ബ്ലെൻഡറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 3 ഏലക്ക കുരു കളഞ്ഞ് ചതച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നു. ഒരു ഉണ്ട ശർക്കരയുടെ ഒരു പകുതി ശർക്കര എടുത്ത് ഉരുക്കിയതാണ് കേട്ടോ ഇത്. അതേ കപ്പിൽ 1 കപ്പ് പശുമ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അത് നന്നായിട്ട് ബ്ലെൻഡറിലിട്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 പഴത്തുണ്ടുകൾ അരയാതെ കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 1 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പൊന്നിട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഇതുപോലെ ഇഡ്ലി മാവിൻ്റെ പരുവത്തിന് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി അതൊരു നെയ്യ് തടവി ഒരു പാത്രത്തിലോട്ട് ഈ മാവ് ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഫോയിൽ പേപ്പർ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു 2 പീസ് ചെറിയ ഫോയിൽ പേപ്പറാണ് ഉണ്ടായിരുന്നത്, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കവർ ചെയ്ത്. ഈ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുത്താലും മതി. ആവി താഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ. അതിനുശേഷം നമ്മളൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് റിങ് ഇറക്കി വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ കവർ ചെയ്ത് ഈ പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 20 to 25 മിനിറ്റ് വരെ ഒരു മൈൽഡ് തീയിൽ വേവിച്ചെടുക്കാം നമുക്ക്. 20 മിനിറ്റിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം ഞാനത് ടിൽറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം പോലെ തോന്നും, പക്ഷേ കിണ്ണത്തപ്പം അല്ല, ഇത് നല്ലൊരു ടേസ്റ്റുള്ള വേറൊരു അപ്പമാണ്. നമുക്കിനി ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് നമ്മുടെ ചക്കരയ്ക്ക് ഒരു പീസ് ഒന്ന് കൊടുത്തു നോക്കട്ടെ. കേക്കില്ല മോനെ, സ്നാക്ക് ഏത്തപ്പഴം. കൊള്ളാമോ? കേക്കാണോ? കൊള്ളാമോ? കുട്ടൻ വളരെ സന്തോഷമായിട്ടാണ് കഴിച്ചത്. അവനതിൽ പകുതി അപ്പവും അവൻ കഴിച്ചു. അപ്പം ഇത് നമുക്ക് കണ്ടാൽ ഒരു കിണ്ണത്തപ്പം പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഇത് കിണ്ണത്തപ്പം അല്ല, അതിൻ്റെ പ്രൊസീജിയർ വേറെയാണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ്. പിന്നെ നിങ്ങൾക്കിത് അല്പം കൂടെ ഒന്ന് പഫിയായിട്ട് പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ അല്പം കൂടെ നല്ലതുപോലെ ബഫിയായിട്ട് വരും. ഇത് നോർമലായിട്ടുള്ളൊരു നല്ല സോഫ്റ്റ്നെസ്സിലാണുള്ളത്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഹാവ് എ ഗുഡ് ഡേ. ബൈ.